നമസ്കാരം. റിയാലിറ്റി ഷോകൾ എന്നും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് അല്ലേ? എന്നാൽ അതിലും പുതുമ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ കോളിളക്കം അത്ര ചെറുതൊന്നുമല്ല. പേളിമാണിയും ശ്രീനിഷും തുടങ്ങിയ പ്രണയം മുതൽ അങ്ങോട്ട് ബിഗ് ബോസ് ഷോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഓരോ സീസണിലും ഏതൊക്കെ മത്സരാർത്ഥികളാണ് വരുന്നത് എന്നതിനേക്കാളും ആരൊക്കെയാകും റിലേഷൻഷിപ്പിലാകുക എന്നതാണ് എല്ലാവർക്കും അറിയാനുള്ളത്. ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളൊക്കെ ആ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. സാധാരണ മലയാളത്തിൽ ബിഗ് ബോസ് വരേണ്ട സമയം കഴിഞ്ഞു. വർഷത്തിൽ ഒന്നേ ഉള്ളൂവെങ്കിലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഷോ നടക്കുക. ഇനി അതുമല്ലെങ്കിൽ ഈ മാസങ്ങളിൽ പരിപാടിയുടെ ലോഗോ, പ്രൊമോ, ഫസ്റ്റ് ലുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരേണ്ടതാണ്. ബിഗ് ബോസ് മലയാളത്തിന് ഏഴാമതൊരു സീസൺ കൂടെ ഉണ്ട് എന്ന വിവരമല്ലാതെ എന്ന്, എങ്ങനെ എന്നൊന്നും യാതൊരു ധാരണയുമില്ല. കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയം കൂടി ആയതിനാൽ ഷോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത്. ഇതിനിടെ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ചില പ്രചാരണങ്ങൾ കൂടി നടക്കുന്നുമുണ്ട്. അടുത്ത സീസൺ വൈകാതെ തുടങ്ങിയേക്കുമെന്നും അതിന് കാലതാമസം വരാനുണ്ടായ കാരണത്തെ പറ്റിയുമാണ് ഒരു എഴുത്ത് പ്രചരിക്കുന്നത്. അടിമുടി പുതുമകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നു. ഈ തലക്കെട്ടോടുകൂടി മോഹൻലാലിന്റെ ഫോട്ടോയ്ക്കൊപ്പമാണ് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിന്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. സെലിബ്രിറ്റി ഓഡിഷനുകളും നടക്കുന്നതായി അറിയുന്നു. ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി വരുന്നത്. ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാലും പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട്. സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നു കഴിഞ്ഞാൽ 50 മുതൽ 75 ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ബിഗ് ബോസിനെ കാത്തിരിക്കുന്നവരും അത് വരണ്ടെന്ന് പറയുന്നവരും ഒക്കെയുണ്ട്. കഴിഞ്ഞ സീസണിനോടുകൂടി മതിയായെന്നാണ് ചിലരുടെ അഭിപ്രായം. തുടക്കം മുതൽ വഴക്കും ബഹളവും നിറഞ്ഞൊരു സീസണാണ് കഴിഞ്ഞു പോയത്. ഇടയ്ക്ക് മത്സരാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ സിജോ മാത്യു എന്ന താരത്തിന് പരിക്ക് പറ്റിയത് വലിയ വിവാദമായിരുന്നു. അതുപോലെ പല പ്രശ്നങ്ങളും മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയെ ആ രീതിയിൽ സമീപിച്ചാൽ പോരെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പുതുമകളോടെ മറ്റൊരു സീസൺ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഷോ മസ്റ്റ് ഗോ ഓൺ എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ്. അതേസമയം മത്സരാർത്ഥികൾ ആരൊക്കെയാകും എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും. വലിയ താരങ്ങളെ കൊണ്ട് വന്നില്ലെങ്കിലും അത്യാവശ്യം ഗെയിമിനെ കുറിച്ച് ധാരണയുള്ള ആളുകൾ വരണം. അല്ലാത്ത പക്ഷം മത്സരം എന്താണെന്ന് പോലും അറിയാതെ അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു.